കറണ്ട് പ്രൊജക്റ്റ് തന്നെ എടുക്കുന്നു. അതിൽ ന്യൂ സീൻ കൊടുക്കുന്നു. സീൻ 3 കൊടുക്കുന്നു. താഴെ ക്യാമറ HD 720 കൊടുക്കുന്നു. താഴെ 12 ഫ്രെയിം ആക്കുന്നു. പിക്സൽ തന്നെയാണെന്ന് ഉറപ്പിക്കുന്നു. ക്രിയേറ്റ് സീൻ അടിക്കുന്നു. എക്സ് ഷീറ്റിലേക്ക് പോകുന്നു. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരേണ്ടതുണ്ട്, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അതുകൊണ്ട് നിലവിലുള്ള ഒരു പഴയ ബാക്ക്ഗ്രൗണ്ടിനെ നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി സ്കൂൾ റിസോഴ്സിൽ നിന്നും ക്ലാസ് 10ൽ നിന്നും അനിമേഷനിൽ നിന്നും സീൻ 2വിലെ ബാക്ക്ഗ്രൗണ്ടിനെ ഒന്ന് ഇതിലേക്ക് കൊണ്ടുവരുന്നു. ലോഡ് ചെയ്യുന്നു. വീണ്ടും ലോഡ് ക്ലിക്ക് ചെയ്യുന്നു. അതിനെ റിപ്പീറ്റ് ചെയ്യുന്നു. 60 ഫ്രെയിം വരെ ആക്കുന്നു. ആനിമേഷൻ ടാബിലേക്ക് പോകുന്നു. ഇവിടെ ചെടിയെ കാണേണ്ടതില്ല, അതുകൊണ്ട് അനിമേറ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്കെയിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഗ്ലോബൽ വാല്യൂ 150 ആക്കുന്നു. എൻ്റർ അമർത്തുന്നു. പൊസിഷൻ ടൂൾ എടുക്കുന്നു. ചെടിയെ കാണാത്ത വിധത്തിലേക്ക് പുറത്തേക്ക് മാറ്റിവെക്കുന്നു. വീണ്ടും എക്സ് ഷീറ്റിലേക്ക് തന്നെ വരുന്നു. രണ്ടാമത്തെ കോളം ഫസ്റ്റ് സെൽ സെലക്ട് ചെയ്യുന്നു. ലോഡ് ലെവൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സീൻ 3ലെ ലോഗ് ഇമേജ് എടുക്കുന്നു. അതൊരു സീക്വൻസ് ആണ്. അത് ലോഡ് ചെയ്യുന്നു. ലോഡ് ക്ലിക്ക് ചെയ്യുന്നു. 7 സീക്വൻസ് ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. റിപ്പീറ്റ് ക്ലിക്ക് ചെയ്യുന്നു. 60 ഫ്രെയിം വരെ കൊടുക്കുന്നു. അനിമേറ്റ് ടൂൾ ക്ലിക്ക് ചെയ്യുന്നു. ഡോഗിൻ്റെ സൈസ് കുറയ്ക്കുന്നു. അതിനുവേണ്ടി സ്കെയിലിൽ 40 എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഡോഗിൻ്റെ പൊസിഷൻ മാറ്റാൻ വേണ്ടി പൊസിഷൻ സെലക്ട് ചെയ്യുന്നു. ഡോഗിനെ ഒന്ന് താഴത്തേക്ക് കൊണ്ടുവന്ന് വലതുവശത്തേക്കായിട്ട് വയ്ക്കുന്നു. തുടർന്ന് വീണ്ടും എക്സ് ഷീറ്റിലേക്ക് വരുന്നു. കോളം 3 ഫസ്റ്റ് സെൽ സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ലോഡ് ലെവൽ ക്ലിക്ക് ചെയ്യുന്നു. പ്ലാന്റ് ഇമേജ് 60 ഫ്രെയിം ഉള്ളതാണ്. ആ സീക്വൻസ് സെലക്ട് ചെയ്യുന്നു. ലോഡ് സെലക്ട് ചെയ്യുന്നു. ലോഡ് ക്ലിക്ക് ചെയ്യുന്നു. അത് 60 ഫ്രെയിം ഉണ്ട്. അടുത്തതായിട്ട് BG മ്യൂസിക് കൊണ്ടുവരണം. അതിന് റൈറ്റ് ക്ലിക്ക്, നാലാമത്തെ കോളം ഫസ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു. ലോഡ് ലെവൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ BG മ്യൂസിക് സെലക്ട് ചെയ്യുന്നു. ലോഡ് സെലക്ട് ചെയ്യുന്നു. ലോഡ് ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് അതും 60 ഫ്രെയിം വരെയുണ്ട്. തുടർന്ന് കോളം 5 സെലക്ട് ചെയ്യുന്നു. ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യുന്നു. ലോഡ് ലെവൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലൗഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ലോഡ് സെലക്ട് ചെയ്യുന്നു. ലോഡ് കൊടുക്കുന്നു. ഇവിടെ ഫസ്റ്റ് സെൽ സെലക്ട് ചെയ്യുന്നു. റിപ്പീറ്റ് അപ് ടു 60 എന്നുള്ളതാക്കുന്നു. റിപ്പീറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി അനിമേഷൻ ടൂളിലേക്ക് പോകുന്നു. അനിമേറ്റിൽ തന്നെ ക്ലിക്ക് ചെയ്യുന്നു. പൊസിഷന് പകരം സ്കെയിൽ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അവിടെ 40 എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. കുറച്ചുകൂടി ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെ വലുപ്പം ചെറുതാക്കി കൊടുക്കുന്നു. വീണ്ടും അതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പൊസിഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ആദ്യത്തെ ഫ്രെയിം സെലക്ട് ചെയ്ത് വെച്ച് എന്ന് ഉറപ്പാക്കുന്നു. ആദ്യത്തെ ഫ്രെയിമിൽ ക്ലൗഡ് പുറത്ത് ആയിരിക്കണം, അതുകൊണ്ട് പുറത്തേക്ക് വയ്ക്കുന്നു. 60ാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു. അവിടെ ക്ലൗഡ് ഏറ്റവും പുറത്താണ് വീണ്ടും വരുന്നത്. അപ്പോൾ അത് പുറത്തേക്ക് വലതുവശത്തേക്ക് വയ്ക്കുന്നു. കീ ഫ്രെയിം അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നു. ഇനി വീണ്ടും തുടക്കത്തിലേക്ക് വരുന്നു. പ്ലാന്റ് സെലക്ട് ചെയ്യുന്നു. പ്ലാന്റിൻ്റെ സ്ഥാനമൊന്ന് മാറ്റേണ്ടതുണ്ട്. അത് പൊസിഷനിൽ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്ലാന്റിൻ്റെ സ്ഥാനം എടുത്ത് നടുക്കിലേക്ക് ആയിട്ട് വയ്ക്കുന്നു. തുടർന്ന് ഒരു ചിത്രം കൂടെ അവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കോളം 6ലേക്ക് വരുന്നു. ഫസ്റ്റ് സെൽ സെലക്ട് ചെയ്യുന്നു. ലോഡ് ലെവൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ സീൻ 2വിലെ വാട്ടർ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ലോഡ് സെലക്ട് ചെയ്യുന്നു. ലോഡ് ക്ലിക്ക് ചെയ്യുന്നു. റിപ്പീറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ് ടു 60 എന്നുള്ളത് കൊടുക്കുന്നു. റിപ്പീറ്റ് കൊടുക്കുന്നു. ഫസ്റ്റ് സെൽ സെലക്ട് ചെയ്തു എന്ന് ഉറപ്പാക്കുന്നു. അവിടെ പൊസിഷൻ എന്നുള്ളതിന് പകരം
സ്കെയിലുള്ളത് എടുക്കുന്നു. ഇവിടെ ഒരു 70 എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. നെക്സ്റ്റ് പൊസിഷൻ സെലക്ട് ചെയ്യുന്നു. ഇതിനെ ഒന്ന് താഴത്തേക്ക് കൊണ്ടുവന്ന് ചെടിയുടെ അടുത്തേക്ക് വെള്ളം എത്തിയ രീതിയിലേക്ക് വെക്കുന്നു. ഇത്രയും ആക്കി കഴിഞ്ഞാൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. പ്ലേ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. റെൻഡർ സെലക്ട് ചെയ്യുന്നു. ഫാസ്റ്റ് റെൻഡർ ടു MP3 എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ റെൻഡറിങ് ഏതാണ്ട് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ റെൻഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരെ വന്ന് ഫയൽസിലേക്ക് പോകുന്നു. ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുന്നു. സീൻ 3 ഒന്ന് പ്ലേ ചെയ്ത് നോക്കാൻ പോകുന്നു. പ്ലേ ആയിട്ടുണ്ട്.